സമുദായ നേതാക്കന്മാരുടെ എണ്ണ കയറി നിരങ്ങാൻ ഞങ്ങളില്ല. ആ പ്രകോപനത്തിൽ രമേശ് ചെന്നിത്തല വരില്ല എന്ന് പുള്ളിക്കറിയാം. ഇനി വരാൻ സാധ്യതയുള്ള വി ഡി സതീശൻ. അതിനൊരു തിരിച്ചടി തന്നെയാണിത്, സംശയമൊന്നുമില്ല. വി ഡി സതീശൻ്റെ ഈ വെടുവാക്കുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളിൽ ഒന്നാണിതെന്ന് ഞാൻ വായിക്കുന്നുള്ളൂ. ഒരുതരം മാടമ്പി സ്വഭാവത്തിലാണോ സുകുമാരൻ നായർ തന്നെ കേരളത്തിലെ മുഴുവൻ നായന്മാരുടെയും രീതിയിൽ അഭിപ്രായം പറഞ്ഞിരിക്കുകയല്ല? പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത് അവർക്കൊന്നുമില്ല. ഏറാൻ മൂളികളായിട്ടിരിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു പ്രസിഡന്റുമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ ബിന്ദു അമ്മണി ആരാണ്? ബിന്ദു അമ്മണിയായിട്ട് ശബരിമല എന്തിനാണ് ഇതിനകത്ത് ഇത്ര താരതമ്യപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. മാതൃഭൂമി ദിനപത്രത്തിലെ സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട്. ആ അഭിമുഖത്തെ നമുക്ക് അത്ര നിസ്സാരമായിട്ടൊന്നും കാണാൻ കഴിയില്ല. സർക്കാർ നിലപാട് മാറ്റി എന്നാണ് പറയുന്നത്. NSS നിലപാടൊന്നും മാറ്റിയിട്ടില്ല എന്നും പറയുന്നു. ഇത് പിന്നെ ഒരുതരം മാടമ്പി സ്വഭാവത്തിലാണോ സുകുമാരൻ നായർ തന്നെ കേരളത്തിലെ മുഴുവൻ നായന്മാരുടെയും രീതിയിൽ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്? അങ്ങനെ സംശയിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല വിജയനാഥേ, ഈ സുകുമാരൻ നായരുടെ അഭിമുഖം മാത്രമല്ല, അതിന് തൊട്ടു താഴെ ഇന്നത്തെ മാതൃഭൂമിയിൽ അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ വെള്ളാപ്പള്ളി നടേശൻ്റെയും കൂടെ അഭിമുഖമുണ്ട്. ഇത് രണ്ടും വായിച്ചു നോക്കുമ്പോൾ രണ്ടുപേരും എല്ലാ പര്യന്തമുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞ് ഒരേ സ്വരത്തിൽ, അതായത് സുകുമാരൻ നായർ പറയുന്നതിനെ വെള്ളാപ്പള്ളി താങ്ങുന്നു. അതിന് പത്രക്കാർ ചോദ്യം ഇങ്ങനെ രന്ധ്രാന്വേഷികളായിട്ട് ചോദിക്കുമ്പോഴും അതിൽ കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്നുള്ളൊരു പിന്തുണ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ഒരു നായർ ഈഴവ ഐക്യം ഉരുത്തിരിച്ചെടുക്കാനാണോ സംശയം. അങ്ങനെ ഈ നായർ ഈഴവ ഐക്യം തൻ്റെ പാർട്ടിയുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനായിട്ട് ഒരു ഐക്യത്തിൻ്റെ പ്ലാറ്റ്ഫോം, ഒരൈക്യത്തിൻ്റെ സംഗമം എന്ന് പറഞ്ഞാൽ ഐക്യം തന്നെയാണല്ലോ അവിടെ നടക്കുന്നത്, അതിനുള്ള പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിജയനാഥൻ പോയതാണല്ലോ അവിടെ. ആ വേദിയിൽ M. സംഗീത് കുമാർ, അതായത് NSSൻ്റെ പ്രതിനിധി, അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ, ഇവരുടെ ആയിട്ടുള്ള സ്ഥാനങ്ങൾ, കസേരകൾ സ്റ്റേജിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് പരസ്പരം അടുത്താണ് വെച്ചിരുന്നത്. ഇത് തീരുമാനിക്കുന്ന അവരല്ല, സുകുമാരൻ നായരുമല്ല, വെള്ളാപ്പള്ളിയല്ല. തീരുമാനിച്ച സീറ്റുകൾ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചത് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് അത് ചെയ്യണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ സ്വന്തം തീരുമാനമല്ല. പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത് അവർക്കൊന്നുമില്ല. ഏറാൻ മൂളികളായിട്ടിരിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു പ്രസിഡന്റുമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഘടിപ്പിച്ചു. കസേരകൾ ഇപ്പുറത്ത് ഒഴിവാണെങ്കിലും അപ്പുറത്ത് സ്റ്റേജിലിരുന്ന കസേരകൾ സമൃദ്ധമാണ്, എല്ലാ കസേരകളും നിറഞ്ഞിരുന്നു. അവിടെ അടുത്തിരുന്നത് ഇവർ രണ്ടുപേരും കൂടെ. NSSനോട് ചോദിക്കുന്നു, എല്ലാവരും വിചാരിച്ചിരിക്കുന്ന നിലപാട് മാറ്റിയെന്ന്. ആ നിലപാട് മാറാൻ സുകുമാരൻ നായർക്ക് ഒറ്റയ്ക്ക് അവകാശമൊന്നുമില്ല. ആ നിലപാട് മാറ്റിയോ എന്നുള്ള ചോദ്യത്തിന് നൽകുന്ന ഉത്തരം വളരെ പ്രസക്തമാണ്. വിജയനാഥ് പറഞ്ഞതുപോലെ നിലപാട് മാറ്റിയിട്ടില്ല, നിലപാട് മാറ്റിയത് സംസ്ഥാന സർക്കാർ. സാധാരണഗതി ശബരിമലയോടുള്ള സമീപനം, അതെ അതെ, നിലപാട് മാറ്റി എന്നുകൊണ്ട് ഇപ്പോൾ ഇതുവരെ സംസ്ഥാന ഗവൺമെൻറ് ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അല്ല, അവരുടെ വിചാരം അതിനകത്ത് പറയുന്നത് ബിന്ദു അമ്മണി അവിടെ കൊണ്ടുവരാത്തതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ബിന്ദു അമ്മണി ആരാണ്? ബിന്ദു അമ്മണിയായിട്ട് ശബരിമല എന്തിനാ ഇതിനകത്ത് ഇത്ര താരതമ്യപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അത് റിവേഴ്സായിട്ട് വന്നാൽ ഉത്തരവല്ല, അത് ചോദിച്ചു, അങ്ങോട്ട് ചോദിച്ച് പറയിപ്പിച്ചതാണ്. പത്രക്കാരൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യമാണത്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞതാണ്. ഇദ്ദേഹം സ്വയമേവ ബിന്ദു അമ്മണി എന്നുള്ളൊരു പേര് പറഞ്ഞതേ ഇല്ല. പറഞ്ഞത് ബിന്ദു അമ്മണിയെ കൊണ്ടുവന്നില്ല, നല്ല കാര്യമല്ലേ, പിന്നെ അതൊരു നല്ല കാര്യമല്ലേ, ഗവൺമെൻറ്റിൻ്റെ നിലപാട് മാറ്റമല്ലേ എന്നുള്ളതാണ്. നിലപാട് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അതിനെയും കൂടെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ സാധാരണഗതിയിൽ അല്ല, LDFനെ പോലൊരു മുന്നണി എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുന്നത് മുന്നണി യോഗം ചേർന്നാണ്. CPM ആണെങ്കിൽ അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ ചേർന്നാണ് തീരുമാനം എടുക്കുന്നത്. നിലപാട് മാറുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായിട്ട് മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. CPIയുടെ നിലപാട് മാറിയെന്ന് പറഞ്ഞാൽ അവരുടെ പഞ്ചാബിൽ തന്നെ ഇപ്പോഴും നടന്നത് പഞ്ചാബിലെ ഗുരുഗ്രാമിലാണ് നടന്നത്. അവിടെ ദേശീയ സമ്മേളനത്തിൽ, ആ ദേശീയ സമ്മേളനത്തിലൊക്കെ വെച്ച് അവർ നിലപാട് മാറ്റൂ. അങ്ങനെ കടുംപിടുത്തമുള്ള ഈ പാർട്ടികൾ നിലപാട് മാറ്റിയെന്ന് സുകുമാരൻ നായർ പച്ചയ്ക്ക് അങ്ങ് പറയുക. എന്നിട്ട് CPMൻ്റെ ഒരാളോ മുന്നണിയുടെ ഒരാളോ ഇതുവരെ അത് നിഷേധിച്ചിട്ടുമില്ല. നിലപാട് ഇപ്പം ബിനോയ് വിശ്വം ഇത് കേട്ടില്ല, അത് പഞ്ചാബിലായിരിക്കും. അല്ലെങ്കിൽ നിലപാട് ഞങ്ങൾ മാറ്റിയെന്ന് NSSന് എങ്ങനെ പറയാനാവുമെന്ന് ചോദ്യം ചെയ്യും.
അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞിരിക്കുക, നിലപാട് മാറ്റിയത് സംസ്ഥാന സർക്കാരാണ്. ഇങ്ങനെ നിലപാട് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നതും ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നതും, പക്ഷെ മാറ്റിയെന്ന് ഇദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഇദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഈ അടുപ്പം വരാൻ കാര്യം, സംസ്ഥാന സർക്കാർ ആചാരവും വിശ്വാസവും സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആര് വഴിയാണെന്ന് പറയുന്നില്ല. അതാണ് രഹസ്യമായിട്ട് VN വാസവനെ അയച്ച് പിണറായി വിജയൻ ഇദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തത്. പിന്നെ കോൺഗ്രസിനെ പറ്റി ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതാണ് ഏറ്റവും. കോൺഗ്രസിന് ഭരണമില്ല, പിന്നെ അവരെന്ത് ചെയ്യുമെന്ന് ലേഖകൻ ചോദിച്ചതിന് ഉത്തരമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അവർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കള്ളക്കളി കളിക്കുന്നു. ഇത്രയും കട്ടിയുള്ള ഒരു വാക്ക് സുകുമാരൻ നായർ അടുത്ത കാലത്ത് ചോദിച്ചു. കാര്യം എന്താണെന്നറിയാം? VD സതീശന് സമുദായ നേതാക്കന്മാരുടെ എണ്ണ കയറി നിരങ്ങാൻ ഞങ്ങളില്ല. ആ പ്രകോപനത്തിൽ രമേശ് ചെന്നിത്തല വരില്ല എന്ന് പുള്ളിക്കറിയാം. ഇനി വരാൻ സാധ്യതയുള്ള VD സതീശൻ. അതിനൊരു തിരിച്ചടി തന്നെയാണിത്, സംശയമൊന്നുമില്ല. VD സതീശൻ്റെ ഈ വെടുവാക്കുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളിൽ ഒന്നാണിതെന്ന് ഞാൻ വായിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കേസിൻ്റെ കാര്യം, കേസെല്ലാം പിൻവലിക്കാൻ പറ്റില്ലെന്നുള്ളത് VN വാസവൻ ഇദ്ദേഹത്തെ അറിയിച്ചു. കാരണം പൊതുമുതൽ നശിപ്പിക്കൽ എന്ന് പറയുന്നത് കോടതി തന്നെ പറഞ്ഞിട്ട് അത് ഗുരുതരമായ കുറ്റം, അതിന് നഷ്ടപരിഹാരം നശിപ്പിച്ചവർ കൊടുക്കണം. ആ കേസ് ഒഴികെ എല്ലാ കേസുകളും പിൻവലിക്കും എന്നുള്ള ഉറപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത് അദ്ദേഹം പറയുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചത് മറ്റൊരു തരം കേസ്, 2 വകുപ്പാണ്. റോഡ് തടഞ്ഞ വിഷയത്തിലെ കേസുകൾ ഇല്ലാതാക്കും. അതായത് സഞ്ചാരം തടഞ്ഞു, അങ്ങനെ തടഞ്ഞൊന്നുമില്ല, സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ സഞ്ചാരം തടയുന്നത്, അത് മുഴുവൻ പിൻവലിക്കും. പക്ഷേ പൊതുമുതൽ നശിപ്പിച്ച കേസ് നിയമപ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ നായർ അത് എൻഡോഴ്സ് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാനമന്ത്രി വിദേശത്തിപ്പോൾ നിമിഷ ഫാത്തിമയെപ്പോലുള്ള ആൾക്കാർ കടന്നു കഴിഞ്ഞാൽ എന്തെല്ലാം തന്ത്രങ്ങൾ കാട്ടി അവരെ രക്ഷപ്പെടുത്തും പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും വിദേശകാര്യമന്ത്രിയും. പക്ഷേ അതുപോലൊരു തന്ത്രം സ്വീകരിച്ചുകൊണ്ട് അതുപോലെ സംസ്ഥാനവുമായി സഹകരിച്ച് സ്ത്രീ പ്രവേശനം എന്നുള്ള വിഷയത്തിലൊരു തീരുമാനമെടുത്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. നിയമമൊന്നും ഉണ്ടാക്കണ്ട, സഹകരിച്ച്. അവിടെ സുകുമാരൻ നായർക്ക് ഒരു അശ്രദ്ധ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ല, കേസ് കോടതിയുടെയാണ്, കോടതിയുടെ നിർദ്ദേശമാണ് ഇങ്ങനെയുള്ള കേസുകൾ ഇങ്ങനെ തീരുമാനമെടുക്കണം. അത് ശരിയായിട്ടുള്ള ശ്രദ്ധ സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതായത് പൊതുമുതൽ നശിപ്പിച്ച കേസുകളിൽ അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനമെടുക്കാൻ പറ്റില്ല. ഇനിയും കേന്ദ്രം ഇതിൽ ഇടപെട്ട് കേസ് തീർപ്പാക്കണമെന്ന് പറഞ്ഞാൽ അത് സഹകരണ ഫെഡറലിസത്തിലൂടെ ഇടപെടലായിട്ട് സംസ്ഥാന ഗവൺമെൻറ് വിമർശിക്കും. അത് വലിയ പ്രശ്നമാണ്. അതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ളതിന് വ്യക്തമായിട്ട് ഇടതുപക്ഷം ജയിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവസാനത്തെ 24 മണിക്കൂറിൽ എന്തും സംഭവിക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം പറഞ്ഞു. അതേതാണ്? പെരുന്നയിൽ നിന്നുകൊണ്ട് ഈ വോട്ട് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയുള്ള വോട്ടാണ്. അതിനെപ്പറ്റി ചോദിച്ചു ലേഖകൻ. അപ്പോൾ പറയുന്നത് അതെൻ്റെ അഭിപ്രായമാണ്, NSSൻ്റെ അഭിപ്രായം അല്ലെന്നാണ്. അന്നത്തെ സാഹചര്യം അതായിരുന്നു. കൂടുതൽ പേർ അവർക്ക് ഒപ്പമായതിനാൽ അവർ ഭരിച്ചു. അതുകൊണ്ട് എന്നത്തേക്കും എന്നെ ശത്രുവായി കാണുന്നില്ല, ഞാൻ അവരെ മിത്രമായോ ശത്രുവായി കാണുന്നില്ല. ഈ മുഴുവൻ കാര്യങ്ങളും എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ തൊട്ടുതായി. ഇനി നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ NSS നിന്ന് വരുന്നുണ്ട്. അതെല്ലാം സുകുമാരൻ നായർ എതിർത്തുകൊണ്ടാണ്. സുകുമാരൻ നായർ ഇന്ന് വരെ 5 പൈസയുടെ പ്രയോജനം സമുദായ അംഗങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്നുകൊണ്ട് വരുന്ന അഭിപ്രായങ്ങളാണ്. കുടുംബത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകളിപ്പോൾ അവരുടെ പ്രമുഖ സ്ഥാനമുണ്ട് NSSൽ. അവരുടെ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചു. അവർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് അവരെ മുന്നിൽ നിർത്തി ഭരണം നടത്തുകയാണ് സുകുമാരൻ നായർ. ഇനി ഒരു നായർ ഈഴവ സംഗമം ഒരുപക്ഷെ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും ഐക്യമായി പിണറായി വിജയൻ തന്നെ നേതൃത്വം കൊടുക്കും. അത് വെള്ളാപ്പള്ളി പെരുന്നയിലെ മാടമ്പി എന്നൊക്കെ വിളിച്ചിരുന്ന എത്ര സൗമ്യമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത്. ഇവർ രണ്ടും കൂടെ ഐക്യപ്പെട്ട് അത് LDF കൂടി വരികയാണെങ്കിൽ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് തന്നെ 100 സീറ്റ് ചിലപ്പോൾ നമ്മളിപ്പോൾ പറയും ഇവർ വിചാരിച്ചാൽ വല്ലതും ഉണ്ടാവും. പക്ഷേ NSS എന്നുള്ള സംഘടനയും അതുപോലെ വെള്ളാപ്പള്ളി എന്നുള്ള പേരും ഉണ്ടെങ്കിൽ കുറേ വോട്ടുകൾ വീഴുക തന്നെ ചെയ്യും. അവർ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ 0 അത് ഞാൻ പറയാം. ആ പേരുകൾ ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. നമുക്കത് നിഷേധിച്ചിട്ട് കാര്യം. അതും പിന്നെ CPM കൂടെ ചേരും. ഈ ചേർച്ചയാണല്ലോ അതിനെ ഒരു സംയുക്തമായിട്ട് മാറ്റുന്നത്, ഒരു കാറ്റലിസ്റ്റായിട്ട് മാറ്റുന്നത്. അത് കാറ്റലിസ്റ്റിക് ഫോഴ്സ് ആയിരിക്കും. ഒറ്റയ്ക്ക് എന്നാൽ കിട്ടില്ല. ഒറ്റയ്ക്ക് എന്നാൽ ഇടതുമുന്നണിയും ജയിക്കാൻ പോകുന്നില്ല.
കോൺഗ്രസും ജയിക്കാൻ പോകുന്നില്ല. അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുക BJP തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കെമിസ്ട്രി നമ്മൾ നോക്കുമ്പോൾ LDFന് അഡ്വാൻറ്റേജാണ് ഇതുണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം.